എത്ര നാളാ അങ്ങ് ഈ ഹോട്ടലിലെ ആഹാരം ഇരുന്ന് ജീവിക്കുന്നത്? അങ്ങനെയൊക്കെയാണെങ്കിൽ ഈ ആഹാരം കഴിച്ചിട്ട് പരിചയവുമില്ല. എന്ത് ചെയ്യാൻ പപ്പു കുറുപ്പേ? എന്റെ തലയിൽ വയസ്സായ കാലത്ത് സ്വാദുള്ള ഭക്ഷണം കൂടി കഴിക്കരുതെന്നായിരിക്കും ദൈവനിശ്ചയം. അല്ലെങ്കിലും ഈ വീട്ടിൽ എന്നെപ്പറ്റി ശ്രദ്ധിക്കാൻ ആരാ ഉള്ളത്? അമ്മാവൻ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എന്തിനാണ് ഈ നാടകം? എന്നെ കൊണ്ട് രണ്ടാമതും പാവം കഴിപ്പിക്കാനാണ്. രണ്ടാമതൊരു കല്യാണം കഴിക്കുന്ന അത്ര വലിയ പാവമാണോ കുഞ്ഞെ? ആരും ചെയ്യുന്നില്ലേ? നിനക്ക് വേണ്ടി മാത്രമല്ല നീ ജീവിക്കുന്നത്, നിന്നെ സ്നേഹിക്കുന്ന ഞങ്ങൾക്കൊക്കെ വേണ്ടി കൂടിയാണ്. ആ കാര്യം നീ മറക്കരുത്. ഇവിടെ ആഹാരം പാചകം ചെയ്യാതെ ഹോട്ടലിൽ നിന്ന് വരുത്തണമെന്ന് എന്താ ഇത്ര നിർബന്ധം? ഇവിടെ സഹായത്തിന് ഗീതയില്ലേ? അല്ലെങ്കിൽ ഒരു പാചകക്കാരി നിർത്തിക്കൂടെ? അടുക്കളക്കാരി കൈയിട്ട് വാരിയത് കഴിച്ചല്ല ഞാൻ ഇതുവരെ ജീവിച്ചത്. രാധികയുടെ അമ്മ മരിച്ചതിന് ശേഷം രാധിക മാത്രമേ ഈ വീട്ടിലെ അടുക്കള ഭരിച്ചിട്ടുള്ളൂ. അവളുടെ സ്ഥാനത്ത് എനിക്കൊരാൾ വേണം. അതാണ് എനിക്ക് ആവശ്യം. കുഞ്ഞിന്റെ ഭാര്യനെ ആവശ്യമില്ലായിരിക്കും, പക്ഷെ ഈ വീട് ഭരിക്കാൻ ഒരു കുടുംബിനി വേണം. എനിക്കൊരു മകൾ വേണം. നിന്നെ അച്ഛൻ നോക്കുന്ന കുട്ടിക്ക് ഒരു അമ്മ വേണം. എന്തിനുണ്ട് ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നു? ഒരു ഉയരും രണ്ടുടലുമായിട്ട് കഴിഞ്ഞവരാണ് അവര്. ഇണ പിരിഞ്ഞതോടുകൂടി ആ മനസ്സിടിഞ്ഞുപോയി. അതൊന്ന് മാറ്റിയെടുക്കാൻ അത്ര എളുപ്പമല്ല. അങ്ങനെ മോളെ അമ്പിളി, അമ്പിളി, കുറുപ്പേട്ട അമ്പിളി എവിടെ പോയി? ആ മുറ്റത്ത് നിന്ന് കളിക്കുന്നുണ്ടായിരുന്നല്ലോ. മുറ്റത്ത് കാണുന്നില്ലല്ലോ. അമ്പിളി, മോളെ, 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 മോൾ എന്താ ഇവിടെ കയറി കിടന്നു കളഞ്ഞത്? പാടത്ത് കൊണ്ടുപോകാത്തോണ്ട് അച്ഛനോട് പിണക്കമാണോ? എന്താ മോളെ, പനിക്കുന്നല്ലോ? അമ്മ, അമ്മ വരും മോളെ. മോളെ, അച്ഛൻ പറഞ്ഞിട്ടില്ലേ? അമ്മ ഗുരുവായൂർ അമ്പലത്തില് തൊഴാൻ പോയിരിക്കുകയാണ് മോളെ. അമ്മ വരും. വരും മോളെ, നമുക്ക് അകത്ത് പോയി കിടക്കാം. പനി കുറഞ്ഞിട്ടില്ല. ഏതായാലും കുറുപ്പിനെ ഡിസ്പെൻസറിലേക്ക് അയക്കൂ. ഞാൻ മരുന്ന് മാറ്റി കൊടുത്തയക്കാം. ശരി ഡോക്ടർ. ഗോപി, ഈ കുഞ്ഞിന്റെ കിടപ്പ് കണ്ടോ? തള്ളെ അടങ്ങി തിരിഞ്ഞു നോക്കുന്നില്ല. തന്ത കേസ് കിട്ടുമായി കോടതി വരാന്തേ എന്നെ അവൻ ജയിലിൽ അയക്കുമെന്ന് പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. മോനെ, ഒരു കുഞ്ഞു വളരാൻ ഒരമ്മയുടെ സഹായം കൂടിയേ തീരും. ഇനിയും ഇക്കാര്യം പറഞ്ഞ് എന്നെ വേദനിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. മോനെ, അമ്പിളിക്ക് ഒരമ്മ വേണമെന്നാണ് ഞാൻ പറയുന്നത്. ഇത് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്റെ മകളെപ്പോലെ തന്നെ ഈ കുഞ്ഞിനെ സ്നേഹിക്കുമെന്ന് എനിക്ക് വിശ്വാസമുള്ള ഒരു പെൺകുട്ടിയെ ഞാൻ അതിനായി കണ്ടുവച്ചിട്ടുണ്ട്. ഈ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയെങ്കിലും നീ അത് സമ്മതിക്കണം മോനെ. കരയാതെ മോനെ, കരയാതെ. എനിക്ക് നിന്നെയും നിനക്കെന്നെയും നന്നായി അറിയാം. കണ്ണുനീരുകൊണ്ട് കഴുകിക്കളയത്തക്കവണ്ണമുള്ള ഒരു കളങ്കവും നിന്റെ ഹൃദയത്തിലില്ല മോനെ, ഇല്ല. ഏതായാലും എനിക്ക് സമാധാനമായി. നിന്റെ മുഖത്തൊരു തെളിച്ചം കാണുന്നുണ്ട്. ഇങ്ങോട്ട് വരാൻ തോന്നിയത് തന്നെ ഒരു മഹാത്ഭുതമാണ്. അയ്യോ, ഇങ്ങോട്ട് വന്ന് അങ്ങനെ കണ്ടേ പറ്റുന്ന ഒരു കടുംപിടി പിടിച്ചോണ്ട് വന്നതല്ലേ? അതുകൊണ്ടല്ലേ ഇങ്ങോട്ട് വന്നത്. ഏതായാലും വന്നല്ലോ, സന്തോഷമായി. ജനാർദ്ദന, എന്നെ പറ്റി നിന്റെ അഭിപ്രായം എന്താണ്? വളരെ മോശമായ അഭിപ്രായം. 10 വെച്ചതിന് ശേഷം ഭാര്യ ഭർത്താവിന്റെ മുഖത്ത് നോക്കി എന്നെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ എന്ന് ചോദിക്കുന്നു. രണ്ടുപേരും കൂടെ ഒരു കുഴി ചാവായിരിക്കല്ലേ? അങ്ങനെയല്ല കുറുപ്പേ, ഓരോരുത്തരുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അറിയാനൊക്കുമോ? എടാ, ഞാനൊരു തൻകാര്യക്കാരനാണെന്ന് നിനക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? പോണായിടിയട്ടെ. സ്വന്തം മകളെ കല്യാണം കഴിച്ച പുരുഷന് മകനേക്കാളേറെ സ്നേഹിക്കുന്ന നീയാണോ തൻകാര്യക്കാരൻ? നീ ഗോപിയെ എന്റെ മരുമകനായി കാണരുത്. അവൻ ഇപ്പോൾ എന്റെ മകനാണ്. സത്യം പറഞ്ഞാൽ ഗോപിക്കുഞ്ഞെന്ന് പറഞ്ഞാൽ അങ്ങനെ ജീവൻ. ജനാർദ്ദന, അവനെ മകനായി കാണാൻ കഴിയുന്നത് കൊണ്ടാണ് എന്റെ മകൾ മരിച്ച ദുഃഖം ഞാൻ മറക്കുന്നത്. വീണ്ടും ആ വിഷയത്തിലേക്ക് തന്നെ കടക്കുന്നല്ലോ. വേണ്ട, നമുക്ക് മറ്റു വല്ലതും സംസാരിക്കാം. സംസാരിക്കാനുള്ള വിഷയവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിന്റെ മുമ്പിൽ എനിക്കൊന്നും ഒളിക്കേണ്ട ആവശ്യമില്ല. ഞാൻ എന്ത് ചോദിച്ചാലും നീ തരുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്.
ചോദിക്കേണ്ടതായ കാര്യമില്ലല്ലോ. എന്റേതായിട്ടുള്ള സകലതും നിനക്ക് അവകാശമുള്ളതാണ്. എന്റെ മകൻ ഗോപിക്ക് വേണ്ടി നിന്റെ മകളെ ചോദിക്കാനാണ് ഞാൻ വന്നത്. രാധികയുടെ സ്ഥാനത്ത് രജനിയെ അല്ലാതെ മറ്റൊരു പെണ്ണിനെ എനിക്ക് കാണാൻ കഴിയുന്നില്ല. നീ ചോദിക്കാൻ വരുന്നത് ഇതാണെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഗോപിയെ നീ ഒരു രണ്ടാം കെട്ടുകാരനായി കാണരുത്. അവൻ രത്നമാണ്. അവനേക്കാൾ നല്ലൊരു ഭർത്താവിനെ നിന്റെ മകൾക്ക് കിട്ടുമെന്ന് നീ കരുതുന്നുണ്ടോ? ഗോപിയെപ്പറ്റി നീ പറഞ്ഞു തരണം. ഏതായാലും രജനിയുടെ അഭിപ്രായം കൂടെ അറിയാതെ. ആ നേരാ, കുഞ്ഞിനോടും കൂടി ഒന്ന് ചോദിക്കുന്നത് നന്നായിരിക്കും. ശരി, ഞാൻ നിന്നെ നേരിട്ട് അവളോട് ചോദിക്കാം. രജനി, മോളെ രജനി, ഇങ്ങോട്ട് വരൂ. മോളെ, ഇവിടെ പറഞ്ഞതെല്ലാം നീ കേട്ടിരിക്കുമല്ലോ. എന്റെ മകള് രാധിക മരിച്ചിട്ടില്ല എന്ന് എന്നെ വിശ്വസിപ്പിക്കൂ മോളെ. നീയാണ് രാധിക എന്ന് പറയും. അന്നൊരു സന്ധ്യയ്ക്ക് ഇരുട്ട് നിറഞ്ഞു നിന്നിരുന്ന എന്റെ വീട്ടിൽ നിന്റെ കൈകൊണ്ട് നീ വിളക്ക് കൊടുത്തു. ഇനി എന്നും എന്റെ അളവാതുക്കൾ നിന്റെ കൈകൊണ്ട് വേണം വിളക്ക് കൊടുത്തു. എന്താ മോളെ മറുപടി ഒന്നും പറയാത്തത്? ഇങ്ങനെ എടുപിടി എന്ന് ചോദിച്ചാ കുഞ്ഞെങ്ങനെ മറുപടി പറയും? പണ്ട് സീതാദേവിയുടെ സ്വയംവരത്തിന് വില്ലെടുത്ത് ഒടിക്കാൻ വെച്ചില്ലേ, അതുപോലെ ഒരു പണി വെച്ചു. നമുക്ക് കുടിക്കാനായിട്ട് 3 ഗ്ലാസ് കാപ്പി ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. കുഞ്ഞിന് ഈ വിവാഹത്തിന് സമ്മതമാണെങ്കിൽ കുഞ്ഞിന്റെ കൈകൊണ്ട് തന്നെ ഇതിലുള്ള കാപ്പി എടുത്ത് പണിക്കരുത്തിയതിന്റെ കയ്യിലോട്ട് കൊടുക്കണം. അപ്പൊ നമുക്ക് മനസ്സിലാവും കുഞ്ഞിന് വിവാഹത്തിന് സമ്മതമാണെന്ന്. എന്റെ മോളെ, മോളെ, പിന്നെ ഗോപി നിന്നെ വിവാഹം ചെയ്തത് എന്റെ നിർബന്ധം കൊണ്ട് മാത്രമാണ്. അവനിപ്പോൾ ഒരു ഭാര്യയല്ല ആവശ്യം, അമ്പിളിയെ സ്നേഹിക്കുന്ന ഒരമ്മയാണ്. ആ കാര്യം നിനക്ക് എപ്പോഴും ഓർമ്മയുണ്ടായിരിക്കണം. സ്നേഹം കൊണ്ട് നേടാൻ കഴിയാത്തതായി ഈ ലോകത്തൊന്നുമില്ലെന്ന് നിന്റെ അച്ഛൻ പറയാറുണ്ട്. എന്റെ മോൾ അത് തെളിയിക്കണം. രജനി, ഇന്നും എന്റെ ലോകത്ത് രാധിക നിറഞ്ഞു നിൽക്കുന്നു. അതുകൊണ്ട് ഒരു ഭാര്യാഭർത്തൃ ബന്ധത്തിന് എന്നെ കൊണ്ട് സാധ്യമല്ല. പണിക്കരമ്മാവൻ എന്റെ കാണപ്പെട്ട ദൈവമാണ്. നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതിനെ പറ്റി അദ്ദേഹത്തിന് ഒരു സംശയവും തോന്നരുത്. ഈ കാര്യത്തിൽ നീ എന്നെ സഹായിക്കണം. അങ്ങ് വിഷമിക്കാണ്ടിരിക്കൂ. ഈ വിവരം ഞാൻ ആരോടും പറയില്ല. ശരി, നീ കിടന്നുറങ്ങിക്കൊള്ളൂ. അങ്ങ് എവിടെ പോകുന്നു? ഞാൻ കളത്തിൽ പോയി കിടന്നുറങ്ങിക്കൊള്ളാം. ഞാനിവിടെ ഉള്ളത് കൊണ്ടാണോ? എങ്കിൽ മറ്റേതെങ്കിലും മുറിയിൽ ഞാൻ പോയി കിടന്നോളാം. വേണ്ട, നീ ഇവിടെ കിടന്നുറങ്ങിക്കൊള്ളൂ. ഇന്നാണ് സത്യത്തിൽ നീ ഒരു പുരുഷനായത്. നിന്റെ ആ ആവേശമുണ്ടല്ലോ വക്കീലത്തിന് വളരെ ഇഷ്ടപ്പെട്ടു. ക്ഷമയുടെ നെല്ലിപ്പല വരെ ഞാൻ കാണും. കേസിൽ മൂപ്പിലാൻ തോക്കുന്നുള്ളത് 3 തരവാന്നേ. അത് കഴിഞ്ഞാൽ പിന്നെ അയാളുടെ വിഷപ്പന്നെ ചേർന്നേ. മരുമകൻ 2ാം വിവാഹം നടത്തിക്കൊടുത്ത ആദ്യത്തെ അമ്മായിച്ചനായിരിക്കും ഇങ്ങനെ. സ്വന്തം മകന് സ്ഥാനമില്ലാത്ത വീട്ടില് മരുമകൻ 2ാം ഭാര്യയുമായിട്ട് മധുവിധം ആഘോഷിക്കും. പിന്നെ ആ റിട്ടയർഡ് കളക്ടർ ഉണ്ടല്ലോ ജനാർദ്ദൻ നായർ, അയാൾ കാഞ്ഞ വിത്ത. അയാൾ തന്നെ ആയിരിക്കുള്ളൂ ഒരുപക്ഷെ അന്ന് ആ കാളെ അയച്ചു വിട്ടത്. രാധിക ചത്തതിന്റെ പിറ്റേന്ന് മകളെ കെട്ടിയൊരുക്കൊണ്ട് വന്നത് നീ കണ്ടില്ലേ? നീ ഒരു കാര്യം ചെയ്ത് വീട്ടിലോട്ട് ഇല്ല, ഞാൻ ഈ പറമ്പിലൊക്കെ ഒന്ന് നടന്നു നോക്കിച്ച് അങ്ങ് വന്നേക്കാം. അമ്മാവനത്തെ എപ്പോഴും പറഞ്ഞു നടന്നു നോക്കുന്നേ. അയ്യോ മണ്ട, എടാ നമ്മൾ കേസ് കൊടുത്തിരിക്കല്ലേ, ജയിക്കുമെന്ന് ബോധ്യപ്പെട്ടാൽ മൂപ്പില ഈ തെങ്ങിന്റെ മണ്ട വരെ വെട്ടി ഒഴിക്കും. അറിയാമോ നിനക്ക്? നീ അങ്ങോട്ട് ചെല്ലേ. കേസ് പോലും കേസ്. അവൻ മുനിസിപ്പൽ കോർട്ടിന് ഒരു കേസ് കൊടുത്തു വിചാരിച്ച്
ഞാൻ പേടിച്ച് വസ്തുക്കളെല്ലാം ഉടനെ എഴുതി കൊടുക്കുമെന്നായിരിക്കും അവന്റെ വിചാരം, അല്ലേ? കലാക്ഷമന് കേസ് കൊടുത്തെന്ന് പറഞ്ഞപ്പോ ഗോപിക്കുഞ്ഞിന് മനസ്സിന് വലിയ വിഷമമായി. പാകം വെച്ചാൽ എന്താ ഗോപിക്കുഞ്ഞ്? അവൻ വലിയ ത്യാഗിയല്ലേ, അവൻ അങ്ങനെ പറയും. പക്ഷേ കേസ് കൊടുത്തു എന്ന് കരുതി ഞാൻ വസ്തുക്കളെല്ലാം എഴുതി കൊടുത്താൽ ഒടുക്കം തെരുവാധാരമാകുന്നത് ഇവൻ തന്നെ ആയിരിക്കും. വസ്തുക്കളെല്ലാം അവന് വിറ്റ് ദീപാവലി കൊടുക്കും. അത് നമ്മൾ കാണേണ്ടി വരും. കേസ് നടക്കട്ടെ. കുറുപ്പേ, ഈ ഉമ്മാക്കി കാട്ടൽ കൊണ്ടൊന്നും പണിക്കര് പേടിക്കത്തില്ല. കേസ് പോലും കേസ്. എനിക്ക് കുളിക്കണ്ട. എന്റെ പൊന്നു മോളല്ലേ, ഞാൻ കുളിപ്പിച്ചു തരാം. വേണ്ട. അമ്പിളി നല്ല കുട്ടിയല്ലേ, നല്ല കുട്ടികൾ പറയുന്നത് അനുസരിക്കും. മോൾ വേണ്ട. അമ്പിളി എന്തിനാ കരയുന്നത്? അവൾ എന്ത് ചെയ്തു? ഞാൻ കുളിപ്പിക്കാൻ വിളിച്ചതിനാണ് കരയുന്നത്. കുട്ടികളോട് സ്നേഹമായി പെരുമാറണം, എങ്കിലേ അവനനുസരിക്കൂ. രാധ കുളിപ്പിക്കുമ്പോ അവൾ കരാറില്ലായിരുന്നല്ലോ. ഇങ്ങ് തരൂ, ഞാൻ കുളിപ്പിക്കാം. നിൽക്കുമോളെ, ഇതോ. ആ, അങ്ങനെ കള്ളസാക്ഷി പറയാൻ എന്നെ കഴിഞ്ഞ ആളുള്ളൂ. ഒന്ന് കൂട്ടി കേട്ടി തരാവോ? പണിക്കര അദ്ദേഹത്തെ തറ പറ്റിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ആര് കള്ളസാക്ഷി പറഞ്ഞാലും ഈ കേസ് ജയിച്ചില്ലെങ്കിൽ കരയെ നിൽക്കാൻ പറ്റില്ല. കേസ് ജയിക്കും. എറണാകുളത്ത് ഞാനൊരു എയർ കണ്ടീഷൻ തിയേറ്റർ കെട്ടുകയും ചെയ്യും. അതെ അതെ കെട്ടും കെട്ടും കെട്ടും. ഉണ്ണാനും വിറ്റ് കേസ് പറയാനുള്ളതല്ലേ പതിവ് പോലെ ഗോപിക്കുഞ്ഞ് തന്ന് അയച്ചിട്ടുണ്ട്. അല്ല നിങ്ങൾക്കോ മര്യാദയില്ല, ആ കുഞ്ഞിന് അല്പം മര്യാദ കൂടിപ്പോയി. ഈ പറയുന്ന കേട്ടാത്തൊന്നും ഇയാളെ തന്തയുടെ വകയാണ്. എന്റെ തന്തയുടെ വകയല്ല, തന്റെ തന്തയുടെ വകയല്ല. ഈ നിൽക്കുന്ന മുടികളത്തുള്ള തന്തയുടെ വകയാ. മര്യാദയ്ക്ക് സംസാരിച്ചിരുന്നല്ലോ. അടിച്ച് തറയടി ഞാൻ പറഞ്ഞു. ഈ നിൽക്കുന്നവൻ ആരാന്നറിയാമോ? 11 പ്രാവശ്യം ജയിലിൽ പോയവനാ. ഓഹോ, 12ാമത്തെ പ്രാവശ്യം തന്റെ കൈക്ക് പിടിച്ചോണ്ടായിരിക്കും അങ്ങ് ജയിലിലോട്ട് പോകുന്നത്. ശരിയാ, ചുമ്മാ എവിടെ ആ രാജ്യം പൂപ്പിടി കാണിക്കാതെ. നല്ല നല്ല കുതിര നടന്നു കൊടുക്കുന്നു, പിന്നാണ് നൊണ്ടി കുതിര. മോളെ, ഒരു പ്രാവശ്യം എന്നെ അമ്മയെന്ന് വിളിക്കൂ. ഞാനാണ് നിന്റെ അമ്മ. അല്ലേ, ഇതല്ല എന്റെ അമ്മ. ആര് പറഞ്ഞു? അമ്പിളിയുടെ അമ്മ ഞാൻ തന്നെയാണ്. എന്റെ അമ്മ പാട്ടു പാടി ചോറ് തരും, പിന്നെ പാടിക്കൊണ്ട് ഉറക്കും. അമ്മ പാടുന്ന പാട്ട് ഏതാണെന്ന് മോക്കറിയാമോ? മലർക്കൊടി പോലെ വർണ്ണത്തൊടി പോലെ മലർക്കൊടി